ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. ദുബായ് സെൻറ് മേരീസ് ചർച്ചിലെ ജൂബിലി ആഘോഷങ്ങൾ വളരെ മനോഹരമായിരുന്നു. ഇവയെല്ലാം വളരെ മനോഹരമായി തന്നെ നടത്തുവാൻ വേണ്ടി ദൈവം ഭരമേൽപ്പിച്ചത് മാത്യു തോമസ് എന്ന വ്യക്തിയിലൂടെയായിരുന്നു. മാത്യു ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങളും ദുബായ് സെൻറ് മേരീസ് ചർച്ചിലെ ജൂബിലി ആഘോഷങ്ങളും നമുക്കായി പങ്കുവയ്ക്കുന്നു. പുറപ്പാടിൻ്റെ പുതിയൊരു അധ്യായത്തിലൂടെ ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ദുബായ് സെൻറ് മേരീസ് ദേവാലയം ജൂബിലി ആഘോഷിച്ചതിനെപ്പറ്റി ദൈവം തിരഞ്ഞെടുത്ത് ഒത്തിരിയേറെ നല്ല വൈദികരെയും ഒരു വലിയ സമൂഹത്തെയും ഇവിടെ വാർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ വേണ്ടി സഭ ഔദ്യോഗികമായി വിശ്വാസത്തോടെ ഏൽപ്പിച്ച നമ്മുടെ സ്വന്തം നമുക്കുടെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മാത്യു തോമസ് എന്ന ഞങ്ങൾ സ്നേഹത്തോടെ മാത്തച്ചാൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക. ജീസസ് യൂത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സാരഥിയായിരുന്നു. ഇന്നും എല്ലാ കമ്മ്യൂണിറ്റിയെയും ഏറ്റവും സ്നേഹത്തോടെ നയിക്കുകയും സഭയ്ക്ക് വലിയ അനുഗ്രഹമായി ദുബായ് സെൻറ് മേരീസ് ദേവാലയത്തിന് അനുഗ്രഹമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ജൂബിലിയുടെ എല്ലാ ആഘോഷങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മളോട് ഈ നിമിഷം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്യു തോമസ് എന്ന് പറയുന്ന മാത്തച്ചായനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാത്തച്ചായ, നമ്മൾ വളരെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ്. ഒത്തിരിയേറെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നമ്മൾ സന്തോഷിക്കുകയായിരുന്നു നമ്മുടെ ജൂബിലി ഓർത്ത്. മറ്റൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാതെ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ ജൂബിലിയെപ്പറ്റി മാത്തച്ചായന് പറയാനുണ്ട്. ആദ്യമായിട്ട് സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതകൾ ഒത്തിരിയുണ്ട്. നമ്മൾ കാണുന്ന ആ ദേവാലയത്തെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ് നമ്മുടെ ദുബായിലെ സെൻറ് മേരീസ് ദേവാലയം. ഒന്നാമതായി ലോകത്തിലെ ഏറ്റവും വലിയ ഇടവകയാണ് ദുബായ് സെൻറ് മേരീസ്. 5 ലക്ഷം അംഗങ്ങളുള്ള ഒരു ഇടവക. നമ്മുടെ നാട്ടിലെ ഒരു വലിയ അതിരൂപതയിലുള്ള മൊത്തമുള്ള അംഗങ്ങളുടെ അതിനേക്കാൾ കൂടുതൽ അംഗങ്ങളുള്ള ഒരു ഇടവക സമൂഹമാണ് ദുബായ് സെൻറ് മേരീസ് ഇടവക. 70ഓളം ഭാഷകൾ സംസാരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആ ഇടവകങ്ങളിലോട്ടുണ്ട്. പല റീത്തുകളിൽ നിന്നുള്ള വിശ്വാസികളുണ്ട്. പക്ഷെ എല്ലാവരും ഒരുമയോടെ ആരാധിക്കാൻ വരുന്നു, സ്നേഹത്തോടെ കഴിയുന്നു. അതാണ് ദുബായ് ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ദേവാലയം 50 വർഷം ഇവിടെ ഈ ദുബായിൽ ഈ ഗൾഫിൽ അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നത് തീർച്ചയായും വളരെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയേണ്ട ഒന്നാണ് തീർച്ചയായും. അതെ, അതോടൊപ്പം തന്നെ അതിന് കാരണം ഒരുപക്ഷെ നമുക്കിവിടെ ഈ രാജ്യത്തെ ഭരണാധികാരികൾ അതിനൊരു അവസരം തന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ സന്തോഷത്തോടെ നമ്മളെന്നും കുർബാനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അതിൻ്റെ ആ ഭരണാധികാരികളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടൂടെ ഒന്ന് പറയൂ. എനിക്ക് തോന്നുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മതസ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് UAE. ഒരു റിലീജിയസ് ടോളറൻസ് ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികൾ വളരെയധികം ഉയർത്തിപ്പിടിക്കാറുണ്ട്. നമ്മുടെ ഈ ദുബായ് ദേവാലയത്തിന് തന്നെ സ്ഥലം അനുവദിച്ചതും ദേവാലയം പണിയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അനുവാദവും നൽകിയതുമൊക്കെ അന്നത്തെ ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദാണ്. ഇപ്പോഴത്തെ UAEയുടെ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദിൻ്റെ പിതാവ്. അദ്ദേഹമാണ് സൗജന്യമായിട്ട് ഈ ദുബായ് ദേവാലയം പണിയാനുള്ള സ്ഥലം അനുവദിച്ചത്. അദ്ദേഹം തന്നെയാണ് ആ ദേവാലയത്തിനുള്ള തറക്കല്ലിട്ടത്. ആ പണി പൂർത്തിയായതിനു ശേഷം ആ ദേവാലയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും അദ്ദേഹമാണ്. പൂർണ്ണമായ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാ മതവിഭാഗങ്ങൾക്കും ഈ രാജ്യത്തെ ഭരണാധികാരികൾ നൽകുന്നുണ്ട്. അത് ഈ UAEയിലെ ഭരണാധികാരികളെ മറ്റു ഭരണാധികാരികളിൽ നിന്നും
വേർതിരിച്ച് കാണാവുന്ന ഒരു വലിയൊരു ഒരു കാര്യം അതാണ്. സത്യം. കാരണം പല സ്ഥലത്തും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പലരെയും നമ്മൾ കാണുമ്പോൾ നമുക്ക് എവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം നൽകി. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഓർക്കുകയാണ്, ആ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അവർ പല ഫംഗ്ഷനിലും നമ്മളോടൊപ്പം വരാറുവരെയുണ്ട് അല്ലേ. അത്രയും കരുതുന്ന ആ ഭരണാധികാരികളെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിൽ നന്ദിയോടെ ഓർക്കാം. അത് ലോകത്തിന് മുഴുവൻ ഇതൊക്കെ ഒരു മാതൃകയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടുത്തെ നമുക്കറിയാം, ഇവിടുത്തെ വലിയൊരു ജനസമൂഹമാണ്. എല്ലാ പള്ളിയിലും, ഇവിടുത്തെ 7 എമിറേറ്റിലെയും പള്ളികളിൽ നിറഞ്ഞ് പല കമ്മ്യൂണിറ്റി, പല ഭാഷക്കാർ, കുർബാന കണ്ടിന്യൂസ്, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ കുർബാനകൾ. അതിൻ്റെ മുഴുവനും ഇതിനെ ദൈവികതയിലേക്ക് അടുപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ കപ്യൂച്ചൻ സഭാംഗങ്ങളായ വൈദികരാണ്. അവരുടെ ആ നന്മയെയും അവരുടെ ആ കരുതലിനെയും ഒക്കെ നമ്മളെ അൽമായർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എങ്ങനെ കാണണം? തീർച്ചയായിട്ടും കപ്പുച്ചൻ മിഷണറിമാരുടെ സേവന സന്നദ്ധത, ഈ അറേബ്യൻ നാടുകളിൽ വരാനുള്ള അവരുടെ ഒരു മിഷണറി തീക്ഷ്ണതയെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. ഈ കഴിഞ്ഞ മാസമാണ് ഇറ്റലിയിലുള്ള ടസ്കാൻ പ്രോവിൻസിലുള്ള ഇറ്റാലിയൻസ് ഗൾഫിൽ വന്നിട്ട് 100 വർഷം അവരുടെ സെൻറ്റിനറി സെലിബ്രേഷൻ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, അബുദാബി വെച്ചായിരുന്നു. അപ്പോൾ 100 വർഷം മുമ്പ് ടസ്കാൻ പ്രോവിൻസിൽ നിന്നും കപ്പുച്ചൻ മിഷണറിമാർ ഇവിടെ വന്നു. ആദ്യം വരുന്നത് ഏദനിലാണ്, യമനിൽ. അതിനുശേഷം ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ വന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെയൊക്കെ ശരിക്കും ഒരു വില്ലേജ് പോലും അല്ല, അതുപോലെ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒത്തിരി കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. ഇന്ന് ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, എല്ലാം റെഡിയാണ്. അപ്പോൾ ആ ഒരു നിലയിലാക്കിയത് അതിൻ്റെ പിന്നിൽ ഒത്തിരി കപ്പുച്ചൻ മിഷണറിമാരുടെ അധ്വാനമുണ്ട്, അവരുടെ വിയർപ്പുണ്ട്, രക്തമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇന്ന് നമുക്ക് സാഹചര്യമുണ്ട്. അന്ന് ഒന്നുമില്ലാത്തടത്ത് ഈ മരുഭൂമിയിൽ നിൽക്കാൻ അവരുടെ മനസ്സ്, അതിനേക്കാൾ ഉപരി ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തേക്കാളും എല്ലാ തരത്തിലും പ്രകൃതി കൊണ്ടും ഒക്കെ ചൂടും ഒക്കെ ബുദ്ധിമുട്ടുകൾ അന്ന് അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഒരുപക്ഷെ AC ഒന്നും ഇല്ലായിരുന്നായിരിക്കാം. അന്നൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് കാണും. അവരെല്ലാം ആദ്യം തുടങ്ങിയുള്ള നമ്മളൊരു പക്ഷേ പലരും കണ്ടിട്ടില്ല. ഇന്നത്തെ ആൾക്കാർ അവരെ നമ്മൾ നന്ദിയോടെ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ 60 വർഷമായി ഈ UAE-യിലുള്ളൊരു വൈദ്യൻ ഫാദർ യൂജിൻ, ഇപ്പോഴും അദ്ദേഹമുണ്ട്, 87 വയസ്സായി. ഇപ്പോഴും അദ്ദേഹം അബുദാബിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ 60 വർഷമായി അദ്ദേഹം UAE-യിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ഇത് ഈ ഒരു ഗൾഫ് ഏരിയ കപ്പുച്ചൻസിനെ ഇവിടെ ശരിക്കും ഇതൊരു വികാറിയേറ്റാണ്, രൂപതയല്ല. അത് വത്തിക്കാൻ്റെ സുവിശേഷ പ്രഘോഷണ തിരുസംഘത്തിൻ്റെ കീഴിലുള്ള ഒരു മിഷൻ കേന്ദ്രമാണ് ഇവിടെ ഗൾഫിൽ. അപ്പം ആ സുവിശേഷ പ്രഘോഷണ തിരുസംഘമാണ് ഈ കപ്പുച്ചൻ മിഷണറിമാരെ ഈ മിഷൻ കേന്ദ്രം ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് വരാം. നമുക്ക് ജൂബിലിയുടെ ആഘോഷങ്ങളിലേക്ക് വരാം. ജൂബിലിയുടെ ആഘോഷങ്ങളെ ഓരോന്നോരോന്നായി ലോകം മുഴുവനുള്ള ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് മാത്തച്ചാൻ അതിൻ്റെ ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. കാരണം ഇതെല്ലാം ഏൽപ്പിച്ചിരുന്ന ഔദ്യോഗികമായിട്ട് സഭ ഏൽപ്പിച്ചിരുന്ന വ്യക്തിയാണല്ലോ. അതുകൊണ്ട് അതിനെ ഓരോന്നോരോന്നായി ഒന്ന് പറയാമോ? ഗോൾഡൻ ജൂബിലിയുടെ ആപ്തവാക്യം തന്നെ 50 years of grace filled providence. 50 വർഷത്തെ ദൈവപരിപാലനയുടെ ഒരു ആഘോഷമായിരുന്നു ഈ ഗോൾഡൻ ജൂബിലി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനാത്മകമായ, ആധ്യാത്മികമായി, സ്പിരിച്വലായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് കൂടുതലും പരിശ്രമിച്ചത്. മറ്റ് വെറും ആഘോഷങ്ങൾ മാത്രമല്ല, മറിച്ച് നല്ലൊരു ആധ്യാത്മിക ഇതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു മുഴുവൻ നടന്നത്. നവംബർ 18-ാം തീയതിയാണ് ജൂബിലിയുടെ ആരംഭം. ഏപ്രിൽ 28 വരെ ആയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പല പ്രോഗ്രാംസും നമുക്കുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും, എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 6:15 വിശുദ്ധ കുർബാന ഒരു താങ്ക്സ് ഗിവിങ് മാസമായിട്ട്. അപ്പോൾ ഓരോ വെള്ളിയാഴ്ചയും ഓരോ കമ്മ്യൂണിറ്റി, ഇവിടെ പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആഫ്രിക്കൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, അറബ്സ് ഉണ്ട്, മലയാളികളുണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, എല്ലായിടത്തും. അപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ കമ്മ്യൂണിറ്റിയെ, അതുപോലെ ഓരോ മിനിസ്ട്രികളെ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ആ വിശുദ്ധ കുർബാനയിൽ കാഴ്ചവയ്പ്പ് ആ കമ്മ്യൂണിറ്റി നടത്തുന്നു. അവർക്ക് ആ കമ്മ്യൂണിറ്റിക്ക് ദൈവം കഴിഞ്ഞ 50 വർഷം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അതിനുശേഷം ആ കമ്മ്യൂണിറ്റിയുടെ ഒരു കലാപരിപാടികൾ ഈ കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കുമായിട്ട്, അതായത് എല്ലാവർക്കും
ഓരോ പ്രദേശത്തിൻ്റെ ഓരോ രാജ്യത്തിൻ്റെ തനത് കലാരൂപങ്ങൾ അത് അറിയാനും അത് കാരണമായി. അപ്പം അങ്ങനെ ആ രീതിയിൽ. അതുപോലെ തന്നെ UAE-യിലുള്ള എല്ലാ ഇടവകളിൽ നിന്നുള്ള വൈദികരെ നമ്മൾ ഓരോ ആഴ്ചയിലും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ക്ഷണിച്ചായിരുന്നു. അവർക്കൊക്കെ അത് വലിയൊരു സന്തോഷമായി. കാരണം ആ ഇടവയിലുള്ള മറ്റിടവകളിലുള്ള വൈദികരെല്ലാവരും തന്നെ വന്ന് ഈ ഒരു താങ്ക്സ് ഗിവിങ് മാസം സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ ഇടവകളിൽ നിന്നുള്ള കൊയർ, അത് ചെറിയ നമ്പറൊന്നുമല്ല, 50 മുതൽ 100 വരെയുള്ള വലിയ ഒരു കൊയർ, അവർ വന്ന് ദുബായിൽ നിന്ന് അവർ ആ കുർബാനയിൽ പാട്ട് പാടുന്നു. പിന്നെ അവിടെയുള്ള ആത്മായ ലീഡേഴ്സ് എല്ലാവരും തന്നെ വന്നു. അപ്പോൾ അങ്ങനെ മറ്റ് ഇടവകളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കലാപരിപാടികൾ ഉണ്ടായിരുന്നു, ചിൽഡ്രൻസ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഇടവകയെക്കുറിച്ചും ഈ വികാരിയേറ്റിനെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാനായിട്ട് ഒരു ഓൺലൈൻ ഫാമിലി ക്വിസ് നമ്മൾ, അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളെല്ലാം ഇടവകയുടെ ഹിസ്റ്ററി, നമ്മുടെ വികാരിയേറ്റിൻ്റെ ഹിസ്റ്ററി, അപ്പോൾ അത് ഒത്തിരി കുടുംബങ്ങൾക്ക് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ദൈവം എത്ര മനോഹരമായിട്ടാണ് ഇതിനെ നടത്തി ഈ നിലയിലാക്കിയതെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ അത് സഹായിച്ചു. അപ്പോൾ അതുകൂടാതെ എല്ലാ മാസവും നമ്മൾ ഓരോ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു, മേജർ പ്രോഗ്രാംസായിട്ട്. അതിൽ ഒരു പ്രോഗ്രാമാണ് സെലിബ്രേറ്റ് ലൈഫ്. അത് ഓർഗനൈസ് ചെയ്തത് ജീസസ് യൂത്ത് മുന്നേറ്റമാണ്. ഇവിടെ ജീസസ് യൂത്ത് വളരെ ശക്തമാണ്. അപ്പോൾ അവർ ഒരു സെലിബ്രേറ്റ് ലൈഫ് എന്നൊരു ഓഡിയോ വിഷ്വൽ തിയേറ്റർ ഷോ ഏകദേശം 50ഓളം കലാകാരന്മാർ വലിയൊരു സ്റ്റേജിൽ അവതരിപ്പിച്ചു. ഒന്ന് സെലിബ്രേറ്റ് ലൈഫ്, അത് എങ്ങനെ ജീവിതം ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം, അതായിരുന്നു എൻ്റെ ആശയം. അപ്പോൾ അതൊരു 3 ഭാഗമായിട്ടായിരുന്നു ആ പ്രോഗ്രാം. ആദ്യത്തെ ഭാഗത്ത് സെയിൻറ്റ് ജിയന്നയുടെ ജീവിതം, ഇറ്റലിയിലുള്ള സെയിൻറ്റ് ജിയന്ന. അത് ഈ 1964 സെയിൻറ്റ് ജിയന്ന മരിക്കുന്നത്. 2004 ജോൺ പോൾ രണ്ടാമൻ അവരെ വിശുദ്ധയായിട്ട് ഉയർത്തി. അപ്പോൾ ആ ഒരു വിശുദ്ധയുടെ ജീവിതം, അവരെങ്ങനെ ജീവിതം എൻജോയ് ചെയ്തു. ഒരു ഡോക്ടറായിരുന്നു, ഒരു കുടുംബിനിയായിരുന്നു, അമ്മയായിരുന്നു, 4 മക്കളുടെ അമ്മ. അപ്പം 4ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷമാണ് ഈ അമ്മ മരിക്കുക. ആ കുഞ്ഞിന് വേണ്ടിയാണ് ശരിക്കും ഈ അമ്മ ജീവൻ കൊടുത്തത്. അപ്പം അവരുടെ ഒരു ജീവിതം ഒരു ഓഡിയോ വിഷ്വൽ ഇതായിട്ട് കാണിച്ചു. അതിനുശേഷം സെയിൻറ്റ് ജിയന്നയുടെ ഇളയ മകൾ, ആർക്ക് വേണ്ടിയാണോ ഈ അമ്മ മരിച്ചത്, ആ മകൾ ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ടെസ്റ്റ് മണി, അവരുടെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചുമുള്ള നല്ലൊരു ടെസ്റ്റ് മണി ഉണ്ടായിരുന്നു. ഡോക്ടർ ജോന്ന, അമ്മയുടെ പേര് തന്നെയാണ് ഡോക്ടർ ജോന്ന ഇമ്മാനുവല മോള. അതിനുശേഷം പരിശുദ്ധ അമ്മ, ദുബായ് ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ളതാണ്. പരിശുദ്ധ അമ്മ എങ്ങനെ ജീവിതം സെലിബ്രേറ്റ് ചെയ്തു. ഇവൻ
തൻ്റെ പുത്രൻ്റെ മരണശേഷവും ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ ധൈര്യപ്പെടുത്തി. അപ്പം എങ്ങനെ അമ്മ ആ ജീവിതം ഒരു ശിഷ്യന്മാരെ എങ്ങനെ ജീവിതം സെലിബ്രേറ്റ് ചെയ്തു, അവസാനത്തുള്ളി രക്തം പോലും കൂടെ അതുപോലെ അവർ അവരുടെ ആ ക്രിസ്തീയ ജീവിതം അവർ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള 2 ദിവസത്തെ ഒരു 2 ദിവസങ്ങളായിട്ട് ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു മാസം. പിന്നെ മേഴ്സി തോൺ, ഏകദേശം 10,000-ഓളം വരുന്ന നമ്മുടെ ഇടവാങ്ങുകളും അതുപോലെ മറ്റു പുറത്തുനിന്നുള്ള ആൾക്കാരും ഒക്കെ അതിൽ പങ്കെടുത്തു. മേഴ്സി തോൺ എന്ന പേരിൽ നമ്മളൊരു നടത്തം ഒരു പാർക്കിൽ ഇത് ചെയ്തു. അപ്പം അതിൽ നിന്നും സമാഹരിച്ച തുക 7 ക്യാൻസർ രോഗികളുടെ പൂർണ്ണ ചികിത്സയ്ക്ക് വേണ്ടി, അത് നമ്മൾ സെൻറ്റ് മേരീസ് ദേവാലയവും ദുബായ് ഗവൺമെൻറ്റിയുടെ സംയോജിച്ച് ചെയ്തതാണ്. അപ്പോൾ ആ പൈസ മുഴുവൻ നമുക്ക് നല്ലൊരു തുക സമാഹരിക്കാനായിട്ട് പറ്റി. അത് മുഴുവൻ ഏകദേശം 1 കോടിയോളം രൂപ, അത് 7 ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ അത് പൂർണ്ണമായിട്ടും വിനിയോഗിച്ചു. വീണ്ടും നമ്മൾ ചെയ്ത വേറൊരു മേജർ പ്രോഗ്രാമാണ് ബൈബിൾ റൈറ്റിംഗ്. ഏകദേശം 1100ഓളം ഇടവാങ്ങുകൾ ഒരുമിച്ചിരുന്ന് 2 മണിക്കൂർ സമയം കൊണ്ട് ബൈബിൾ എഴുതി. നമ്മുടെ നാട്ടിലും പലയിടത്തും ഈ ബൈബിൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, ഈ ഒരു ബൈബിള് എഴുതപ്പെട്ടത് 51 ഭാഷകളിലായിട്ടാണ്. ഇവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിൽ അനൗൺസ് ചെയ്തു, അങ്ങനെ 51 ഭാഷകളിലായിട്ട് നമ്മൾ ഈ ബൈബിള് എഴുതി A3 സൈസ് പേപ്പറിൽ നല്ല മനോഹരമാണ്. അപ്പോൾ ഈ ബൈബിള് ശരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ദേവാലയത്തിൻ്റെ യൂണിറ്റിയും നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റി ഇതൊക്കെ വിളിച്ചു ഓതുന്ന ഒരിതായിരുന്നു, പല ഭാഷകളിലായിട്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ജൂബിലി മാസിൻ്റെ സമയത്ത് പേപ്പൽ ന്യൂൻഷ്യോ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ ബൈബിൾ കൈമാറി. ഈ ബൈബിൾ നമ്മൾ ഗോൾഡൻ ജൂബിലി ഗിഫ്റ്റായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് വേറൊരു വലിയ ഒരു പ്രോഗ്രാമായിരുന്നു. ഏപ്രിൽ 27 ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എല്ലാ കമ്മ്യൂണിറ്റീസും അവരുടെ തനത് കലാരൂപങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചു. ഗവൺമെൻറ്റിൽ നിന്നുള്ള പല പ്രതിനിധികളുണ്ടായിരുന്നു, പേപ്പൽ ന്യൂൻഷ്യോ ഉണ്ടായിരുന്നു. അവരങ്ങനെ ഒരു മനോഹരമായൊരു പ്രോഗ്രാം. 28-ാം തീയതി ജൂബിലി ഹൈമാസോടുകൂടി ആണ് ഇതിൻ്റെ സമാപനം. ജൂബിലി ഹൈമാസിന് നമ്മുടെ ബിഷപ്പ് പോൾ ഹിൻഡറിൻ്റെ നേതൃത്വത്തിലായിരുന്നു മാസ്. പേപ്പൽ ന്യൂൻഷ്യോയും കുവൈറ്റിലെ ബിഷപ്പും ഇന്ത്യയിൽ നിന്നുള്ളൊരു ബിഷപ്പും ഏകദേശം 40ഓളം വൈദികരും എല്ലാവരും ചേർന്ന് വളരെ പ്രൗഢഗംഭീരമായ നല്ലൊരു ആഘോഷമായ ജൂബിലി മാസോർ കൂടിയാണ് ജൂബിലിയുടെ സമാപനം. അതിനുശേഷം അഗാപ്പെ ഉണ്ടായിരുന്നു. എല്ലാ കമ്മ്യൂണിറ്റീസും അവരുടെ തനത് വിഭവങ്ങൾ ഒരുക്കി. അപ്പോൾ ആ ജൂബിലി മാസത്തിൽ ഏകദേശം 20,000-ഓളം ആൾക്കാർ പങ്കെടുത്തു. അവർക്കെല്ലാവർക്കും പല നാട്ടിൽ നിന്നുള്ള ഫുഡ് അവർ ആസ്വദിക്കാനായിട്ട് പറ്റി. അങ്ങനെയൊക്കെയായിരുന്നു പൊതുവെ ഉള്ള ജൂബിലിയുടെ പ്രോഗ്രാംസ്. പിന്നെ നമ്മൾ ഈ ആഘോഷങ്ങൾക്ക് പുറമെ നമ്മുടെ ഇടയിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ മെമെൻറ്റോസ്, ജൂബിലി ടീഷർട്ട്, ജൂബിലി ക്യാൻഡിൽ, ജൂബിലി കോയിൻ, നമ്മുടെ ജൂബിലി ലോഗോയൊക്കെ വെച്ചുള്ള കോയിൻ, കീ ചെയിൻ, മഗ്, ആൾക്കാർ വളരെ സപ്പോർട്ടീവായിരുന്നു. എല്ലാവരും ഈ മെമെൻറ്റോസൊക്കെ ആൾക്കാർ അതായിട്ട് വാങ്ങി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് നമ്മൾ 50 കുട്ടികളുടെ, പാവപ്പെട്ട കുട്ടികളുടെ പഠനം, അപ്പോൾ അതും ചെയ്യാനായിട്ട് ദൈവകൃപയാൽ സാധിച്ചു. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ. വളരെ സന്തോഷമാണ്. ഇതെല്ലാം ഓരോന്നിലും എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തോട് മതിയാകില്ല. ഈ സമയത്ത് വ്യക്തിപരമായ ഒരു വാക്കൂടെ, കാരണം ഇത് ഒരു വലിയ ഉത്തരവാദിത്തമായിരുന്നു നമുക്കെല്ലാവർക്കും. ഞങ്ങളെല്ലാവരും എപ്പോഴും കാണുന്നുണ്ട്. എന്നാൽ വളരെ ശാന്തമായിട്ട്, ഒരിക്കലും ഒരു ബഹളമോ ഒരു ടെൻഷനോ ഞങ്ങളാരും മതച്ചാൻ്റെ മുഖത്ത് കണ്ടില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടായിരിക്കാം, എത്ര പേര് ഇതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ സപ്പോർട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അത്? കാരണം ഇത്രയും ശാന്തമായിട്ട് ഇത്രയും കാര്യങ്ങൾ, ഇത് കേട്ടതെല്ലാം 1, 2, 3 എന്ന് പറഞ്ഞപ്പോൾ എളുപ്പമാണെങ്കിലും ഇതൊരു വലിയ സംരംഭങ്ങളെല്ലാം തന്നെ. അത് എല്ലാം ശാന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ദൈവം എങ്ങനെയെല്ലാം സഹായിച്ചെന്ന് വിശ്വസിക്കുന്നു. ഒന്ന്, ഈ ദേവാലയത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഒന്ന്,
പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്. പിന്നെ അധ്വാനിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഈ ഒരു ദേവാലയം 5 ലക്ഷം ഇടവാങ്ങളുള്ളൊരു ദേവാലയം, ഇട ദിവസങ്ങളിൽ തന്നെ 4-5 വിശുദ്ധ കുർബാന, വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ 12-13 വിശുദ്ധ കുർബാനകൾ ഓരോ ദിവസവും, ഓരോ കുർബാനയ്ക്കും 10,000 പങ്കെടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു ക്രൗഡിനെ നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് 500ഓളം വോളണ്ടിയേഴ്സ് തന്നെ ഈ 50 ഡിഗ്രി ചൂടിൽ റെഡിയായിട്ട് നിൽക്കുക. ഒരു പ്രതിഫലവും ഇല്ല, അതുകൂടെ ഓർക്കണം. ഒരു പ്രതിഫലവും ഇല്ലാതെ അധ്വാനിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ സൗജന്യമായി ആത്മാർത്ഥതയോടെ വോളണ്ടിയർ ചെയ്യുന്ന അനേകം തീക്ഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതർ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊരു ആവശ്യത്തിനും എല്ലാ കാര്യങ്ങളും ഞാൻ പറയും, ഇവിടുത്തെ ഈ ഇടവേള ഒരു പ്രത്യേകത ഞാൻ പറയും, ഇവിടെ പല റീത്തുകളുണ്ട്, പല ഭാഷകളുണ്ട്, പല സംസ്കാരങ്ങളുണ്ട്. പക്ഷേ ഒരുമയോടുകൂടി ആ യൂണിറ്റി, അതിനൊരു ഉദാത്ത മാതൃകയാണ് പള്ളിയുടെ മുറ്റത്ത് വരുമ്പോൾ എല്ലാവരും ഒരു ഹൃദയമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അധ്വാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ 6 മാസം. പക്ഷേ ആയാസപ്പെടേണ്ടതായിട്ട് നമുക്കൊന്നുമില്ല. കാര്യം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ എല്ലാ കമ്മ്യൂണിറ്റീസിൽ നിന്നുമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ജോലിയും കൂടെ ചെയ്താൽ നമ്മളെല്ലാവരും ജോലിയുടെ ഇടയ്ക്കാണ് നമ്മൾ ഈ പള്ളിയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പക്ഷേ ഈ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സഭ തന്ന സമയത്ത് തുടങ്ങി ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ജോലിയുടെ ഇടയ്ക്ക് ബാധ്യതകളോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. കാര്യം ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇതുണ്ടാകും. പക്ഷേ അതിലൊക്കെ ഉപരി ഇതൊരു വലിയ ആനന്ദമായിരുന്നു എന്നെ സംബന്ധിച്ചോളം. ഇത് വലിയൊരു ആനന്ദമാണ്. ഒന്ന്, ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. കാര്യം ദുബായ് പോലുള്ള ഇത്രയും വലിയൊരു ഇടവക അതിൻ്റെ ഒരു ജൂബിലി ഭാഗമാകാനായിട്ട് സർവീസ് ചെയ്യാനായിട്ട് പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് പിന്നെ നമ്മളല്ല ചെയ്യുന്നത്, പരിശുദ്ധാത്മാവല്ല നയിക്കുന്നു, അല്ലേ? അപ്പോൾ ആ പരിശുദ്ധാത്മാവ് മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും നയിച്ചു. അപ്പോൾ അതിനകത്ത് നമുക്കൊത്തിരി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാം ദൈവം മനോഹരമായിട്ട് അത് പരിപാലിച്ചു. ആ വിശ്വാസമാണ്. അത് ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ചോദ്യം കൂടെ, ഈ മണ്ണിലേക്ക് വന്നിട്ട് ഇപ്പോൾ വർഷങ്ങളായി, വന്നപ്പോൾ തുടങ്ങിയ ജീസസ് യൂത്തിനും മറ്റു പല ശുശ്രൂഷകളിലും മാതച്ചാൻ എല്ലായിടത്തുമുണ്ട്. ഈ മണ്ണിൽ നമുക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും ആരോടെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ സഹായം ഒത്തിരി പേരുടെ ഉണ്ട്. നമുക്ക് വൈദികർ പ്രത്യേകിച്ച് ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ എപ്പോഴും കൂടെ നിൽക്കുന്നത് ദൈവം. അതുപോലെ തന്നെയാണ് വൈഫും ഒത്തിരിയേറെ ശുശ്രൂഷകളിലെല്ലാം സ്നേഹത്തോടെ യൂത്തിൻ്റെയൊക്കെ ശുശ്രൂഷകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ അതിനെല്ലാം നമുക്ക് അവസരം തന്ന ദൈവത്തോട് എന്താണ് നമുക്ക് അടുത്ത തലമുറയ്ക്ക്, നമ്മളെ വളർത്തിയ ദൈവത്തിൻ്റെ ആ സന്ദേശം അടുത്ത തലമുറയിലേക്ക് മാതച്ചാന് പറയാനുള്ളത്? ലോകത്ത് നമുക്ക് സന്തോഷം തരുന്ന ഒരേ ഒരു കാര്യം അത് തമ്പുരാനോട് ചേർന്നിരിക്കുക മാത്രമേ ഉള്ളൂ. ബാക്കി ഭൗതികമായിട്ടുള്ളതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് സന്തോഷം നൽകുന്നത്, സ്ഥായിയായ സന്തോഷവും സമാധാനവും സുഖവും നൽകുന്നത് ഈശോയോടൊപ്പമുള്ള ജീവിതമാണ്. ഒരിക്കലും തമ്പുരാനെ മറന്ന് ജീവിക്കാതിരിക്കുക, അതാണ് ഒരു പ്രധാന. നമ്മൾ എത്ര തിരക്കുകളുണ്ടെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുക, ഇതൊക്കെയാണ് നമുക്ക് കൈമുതലായിട്ട് അവസാനം വരെ. ബാക്കി ഒന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ആ ശവസംസ്കാര ശിശു ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, ഒന്നുമില്ലാതെ നമ്മൾ പോകും. അതെ, നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സൽകൃത്യങ്ങൾ മാത്രമാണ്. അപ്പം സാധിക്കുന്നിടത്തോളം നന്മ ചെയ്യുക, സഭയോട് ചേർന്ന് പ്രവർത്തിക്കുക, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുക. കർത്താവ് ഫലം തരും. അതെ. ഈ സമയത്ത് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി നമുക്ക് ദൈവത്തോടും സഭയുടെ അധികാരികളോടും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ അധികാരികളോടെല്ലാം നന്ദി പറഞ്ഞ് ജൂബിലിയുടെ സന്തോഷത്തിൻ്റെ ഒരു സന്ദേശം എല്ലാവരോടും ലോകത്തിലെ എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി പറയും. ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത് എല്ലാവരോടും, എല്ലാ പ്രേക്ഷകരോടും, ഇത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. ആ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയുള്ള എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും നേരുന്നു. ദുബായ് ദേവാലയം ലോകത്തിന് മുൻപിൽ ഒരു മാതൃകയാണ്. വിവിധ ഭാഷകളും സംസ്കാരങ്ങളും വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ റീത്തുകളിൽ നിന്നുമുള്ള 5 ലക്ഷത്തോളം ഇടവാങ്ങുകൾ ഒരു മനസ്സോടെ സ്നേഹത്തോടെ ഈശോയെ ആരാധിക്കാൻ വരുന്നു.
സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ ഒരു സ്നേഹവും ഐക്യവും സാഹോദര്യവും സഭയിൽ വളരട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ വളരട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. മാത്യു ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കും ഒരു പ്രചോദനമായി എന്ന വിശ്വാസത്തോടെ പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ